എല്ലാവർക്കും ബ്ലെസ്സിങ്സ് അൺലിമിറ്റഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബൈബിളിലെ ചില പർവ്വതങ്ങളെയും മലകളെയും കുറിച്ച് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് യഹോവ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപലക മോശയ്ക്ക് നൽകിയത്? സീനായി പർവ്വതത്തിൽ വെച്ച്. രണ്ടാമത്തെ ചോദ്യം, ഏത് മലമുകളിൽ നിന്നുകൊണ്ടാണ് യഹൂദ രാജാവായ അബിയാവ് യെരോബെയാം രാജാവിനോടും ഇസ്രായേൽ മക്കളോടും സംസാരിച്ചത്? എഫ്രൈം മലനാട്ടിലെ സെമരായിം മലമുകളിൽ. മൂന്നാമത്തെ ചോദ്യം, ദാവീദ് ഏത് മലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് സീഫിയർ ശൗലിനോട് പറഞ്ഞത്? ഹക്കീല മലയിലെ വനദുർഗങ്ങളിൽ. നാലാമത്തെ ചോദ്യം, ഏതു മലയിൽ കയറി താൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക എന്നാണ് യഹോവ മോശയോട് കൽപ്പിച്ചത്? ഉത്തരം, അബാരീം മലയിൽ. അഞ്ചാമത്തെ ചോദ്യം, തൻ്റെ കുരിശുമരണത്തിനു മുൻപായി യേശു പതിവ് പോലെ ഏത് മലയിലാണ് പ്രാർത്ഥിക്കാൻ പോയത്? ഒലീവ് മല. ആറാമത്തെ ചോദ്യം, ശലോമോൻ യഹോവയുടെ ആലയം പണിതത് എവിടെ? മോരിയ പർവ്വതത്തിൽ. ഏഴാമത്തെ ചോദ്യം, ഹായി പട്ടണം പിടിച്ചടക്കിയ ശേഷം യോശുവ യാഗപീഠം പണിതത് എവിടെ? ഏബാൽ പർവ്വതത്തിൽ. എട്ടാമത്തെ ചോദ്യം, നോഹയുടെ പെട്ടകം ഏതു പർവ്വതത്തിലാണ് ഉറച്ചത്? അരാരത്ത് പർവ്വതത്തിൽ. ഒമ്പതാമത്തെ ചോദ്യം, ഏലിയ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചത് എവിടെ വെച്ച്? കാർമേൽ പർവ്വതത്തിൽ വെച്ച്. പത്താമത്തെ ചോദ്യം, അബ്ശലോമിൽ നിന്നും ഓടിപ്പോയ ദാവീദ് രാജാവ് ഏതു മലയുടെ കയറ്റമാണ് കയറിയത്? ഒലീവ് മലയുടെ. പതിനൊന്നാമത്തെ ചോദ്യം, ശെഖേമിലെ പൗരന്മാർ അബിമലേക്കിനെ രാജാവാക്കിയത് കേട്ടപ്പോൾ യോഥാം ഏതു മലയിൽ കയറിയാണ് തൻ്റെ സങ്കടം അവരോട് അറിയിച്ചത്? ഗെരീസിം മലമുകളിൽ. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഏതു പർവ്വതത്തിൽ വെച്ചാണ് അഹറോൻ മരിച്ചത്? ഹോർ പർവ്വതത്തിൽ. പതിമൂന്നാമത്തെ ചോദ്യം, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗൽ ഏതു പർവ്വതത്തിൽ വെച്ചാണ് മരിച്ചത്? ഗിൽബോവ പർവ്വതത്തിൽ. പതിനാലാമത്തെ ചോദ്യം, ഏതു പർവ്വതത്തിൽ വെച്ചാണ് യഹോവ മോശയോട് കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് സംസാരിച്ചത്? ഹോരേബ് പർവ്വതത്തിൽ. പതിനഞ്ചാമത്തെ ചോദ്യം, ഏതു പർവ്വതത്തിലാണ് ലാബാനും യാക്കോബും യഗർ സഹദൂത അല്ലെങ്കിൽ ഗാലേദ് എന്ന സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം നാട്ടിയത്? ഗിലെയാദ് പർവ്വതത്തിൽ. പതിനാറാമത്തെ ചോദ്യം, 40 പകലും 40 രാവും നടന്ന ഏലിയാവ് ഏത് പർവ്വതത്തിലെ ഗുഹയിലാണ് രാപ്പാർത്തത്? ഹോരേബ് പർവ്വതത്തിൽ. പതിനേഴാമത്തെ ചോദ്യം, ഏത് പർവ്വതത്തിൽ വെച്ചാണ് മോശെ പാറയെ അടിച്ച് ഇസ്രായേൽ ജനത്തിന് കുടിപ്പാൻ വെള്ളം പുറപ്പെടുവിച്ചത്? ഹോരേബ് പർവ്വതത്തിൽ. പതിനെട്ടാമത്തെ ചോദ്യം, കനാന്യ രാജാവായ യാബീൻ്റെ സേനാപതി സിസേറയോട് യുദ്ധം ചെയ്യാൻ ബാരാക്ക് 10,000 ഇസ്രായേൽ മക്കളെ കൂട്ടിയത് എവിടെ? താബോർ പർവ്വതത്തിൽ. 19ാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് എത്തിയ ശേഷം ഏത് മലയിൽ വെച്ച് അനുഗ്രഹവും ശാപവും പ്രസ്താവിക്കണം എന്നാണ് മോശ കൽപ്പിച്ചത്? ഗെരീസിം മലയിൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലമേൽ വെച്ച് ശാപവും. 20ാമത്തെ ചോദ്യം, യേശു രൂപാന്തരപ്പെട്ട അല്ലെങ്കിൽ ഏലിയാവോടും മോശയോടും സംസാരിച്ച മല ഏത്? ഇതിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇനി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.